പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് ലെറ്റർ ടു ഗോഡ് എന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് പരിശോധിക്കാൻ പോകുന്നത്. നോക്കൂ, നിങ്ങൾ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഹൗ ഡു യു തിങ്ക് ലെൻജോ ന്യൂ ദാറ്റ് ഇറ്റ് വാസ് ഗോയിങ് ടു റെയിൻ? അതായത് ലെൻജോ എങ്ങനെയാണ് അറിഞ്ഞത് മഴ പെയ്യാൻ പോകുന്നു എന്ന്? നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം അതാണ്. അപ്പോൾ ലെൻജോ ഇപ്പോൾ മഴ പെയ്യാൻ പോവുകയാണ് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. നമുക്കതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ബിക്കോസ് ലെൻജോ സോ ഹ്യൂജ് മൗണ്ടൻസ് ഓഫ് ക്ലൗഡ്സ് വെർ അപ്രോച്ചിങ് ദർ. കാരണം ലെൻജോ കണ്ടു, എന്താ കണ്ടത്? വലിയ മേഘങ്ങളുടെ പർവ്വതങ്ങൾ അങ്ങോട്ട് വരുന്നത് കണ്ടു. അതാണ് അതിൻ്റെ ഉത്തരം. വലിയ മേഘങ്ങളുടെ പർവ്വതങ്ങൾ അങ്ങോട്ട് വരുന്നത് ലെൻജോ കണ്ടു. അപ്പോൾ ലെൻജോ ഉറപ്പിച്ചു എന്ത്? മഴ പെയ്യാൻ പോവുകയാണെന്ന്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ത്രൂ ഔട്ട് ദ മോർണിംഗ് ലെൻജോ ഹാഡ് ഡൺ നത്തിങ്. ആ രാവിലെ മൊത്തം ലെൻജോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. വാസ് ഹീ ലേസി? അവനൊരു മടിയനായിരുന്നോ? വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അതായത് ലെൻജോ ആ രാവിലെ മുതൽ തന്നെ ഒരു കാര്യങ്ങളും ചെയ്തിരുന്നില്ല. ലെൻജോ ഒരു മടിയനാണോ എന്നാണ് നിങ്ങൾ കരുതുന്നത് എന്നാണ് ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. നമുക്കതിൻ്റെ ഉത്തരം ഒന്ന് പരിശോധിക്കാം. ഐ തിങ്ക് ഹി വാസ് നോട്ട് ലേസി. ഞാൻ ചിന്തിക്കുന്നത് അയാൾ ഒരു മടിയനല്ല എന്നാണ്. ത്രൂ ഔട്ട് ദ മോർണിംഗ് ഹി ഹാഡ് ഡൺ നത്തിങ്. രാവിലെ മൊത്തം അയാൾ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. ബട്ട് ലുക്കിംഗ് അറ്റ് ദ സ്കൈ. എന്തിനെ നോക്കിയിരിക്കുന്നു? ആകാശത്തോട്ട് നോക്കിയിരിക്കുകയായിരുന്നു. എക്സ്പെക്റ്റിംഗ് ദ റെയിൻ. മഴ പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോൾ മഴ പെയ്യുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ലെൻജോ ആകാശത്തിലോട്ട് നോക്കി നിൽക്കുക ആയിരുന്നു എന്നതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ലുക്ക് അറ്റ് ദ തേർഡ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഹാവ് യു വാച്ച്ഡ് ദ സ്കൈ വെൻ ഇറ്റ് റെയിൻസ്? മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ ആകാശത്തിലോട്ട് നോക്കിയിട്ടുണ്ടോ? ഹൗ ഡസ് ഇറ്റ് ലുക്ക്? എങ്ങനെയാണ് ആകാശം കാണുക? അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ആകാശം എങ്ങനെയാണ് കാണുക എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. നമുക്കിതിൻ്റെ ഉത്തരം പരിശോധിക്കാം. യെസ്, ദ സ്കൈ ലുക്സ് സോ ഡാർക്ക് അറ്റ് ദാറ്റ് ടൈം. അതെ, ഞാൻ നോക്കിയിട്ടുണ്ട്. യെസ് എന്നാണ് അതിൻ്റെ ഉത്തരം. അതെ, ദ സ്കൈ ലുക്സ് സോ ഡാർക്ക് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ആകാശം വളരെ ഇരുണ്ടിട്ടാണ് കാണപ്പെടുക. ശരിയല്ലേ? മഴ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മഴയുടെ തൊട്ട് മുൻപായിട്ട് ആകാശം ഇരുണ്ട നിറത്തിലാണ് കാണപ്പെടുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ബിഗ് ഡ്രോപ്സ് ആർ ടെൻസ് ആൻഡ് ദ ലിറ്റിൽ വൺസ് ആർ 5. വലിയ തുള്ളികൾ 10കളായിട്ടും ചെറിയ തുള്ളികൾ 5കളായിട്ടും. വാട്ട് ഡസ് ലെൻജോ മീൻ ബൈ ദിസ്? എന്താണ് ഇതുകൊണ്ട് ലെൻജോ അർത്ഥമാക്കിയിട്ടുള്ളത്? അതായത് മഴ പെയ്യുന്ന സമയത്ത് വലിയ മഴത്തുള്ളികളെ 10 പെസോസായിട്ടും ചെറിയ മഴത്തുള്ളികളെ 5 പെസോസായിട്ടും ലെൻജോ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതുകൊണ്ട് ലെൻജോ അർത്ഥമാക്കിയിട്ടുള്ളത് എന്നതാണ് നാലാമത്തെ ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ലെൻജോ കമ്പയർ ദ റെയിൻ ഡ്രോപ്സ് വിത്ത് ന്യൂ കോയിൻസ്. ലെൻജോ മഴത്തുള്ളികളെ പുതിയ നാണയങ്ങളുമായിട്ടാണ് താരതമ്യം ചെയ്തിട്ടുള്ളത്. കാരണം ബിക്കോസ് ദേ വേർ പ്രോമിസിങ് ഹിം ഗുഡ് ഹാർവെസ്റ്റ്. കാരണം അവ അദ്ദേഹത്തിന് നല്ല വിളവുകളാണ് സമ്മാനിക്കുക. ഹാർവെസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിളവ്. ഓക്കെ, എന്തതിൻ്റെ അർത്ഥം എന്താ? നല്ല പോലെ മഴ പെയ്താൽ നല്ല വിളവ് കിട്ടും. നല്ല വിളവ് കിട്ടിയാൽ നല്ല പോലെ പൈസയും കിട്ടും. അപ്പോൾ ഈ കാര്യമാണ് ലെൻജോ അവിടെ താരതമ്യം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ലെൻജോ വാസ് ഹാപ്പി വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ പെയ്യുന്ന സമയത്ത് ലെൻജോ വളരെയധികം സന്തോഷത്തിലായിരുന്നു. ബട്ട് ദ ഹാപ്പിനെസ് ഡിഡിൻറ്റ് ലാസ്റ്റ് ലോങ്. പക്ഷേ ആ സന്തോഷം കുറേ നേരത്തിന് നിന്നില്ല. വാട്ട് വാസ് ദ റീസൺ? എന്താണ് അതിനുള്ള കാരണം? ഇതാണ് അഞ്ചാമത്തെ ചോദ്യം. ഇനി നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. ദ റെയിൻ ചേഞ്ച്ഡ് ഇൻടു എ സ്ട്രോങ് ഹെയിൽ സ്റ്റോൺസ്. മഴ പെട്ടെന്ന് തന്നെ വളരെ ശക്തമായ ഒരു ആലിപ്പഴം വീഴ്ചയിലേക്ക് മാറി. ആൾ ദി ക്രോപ്സ് ഇൻ ലെൻജോസ് ഫീൽഡ് ഗോട്ട് ഡെസ്ട്രോയിഡ്. ലെൻജോയുടെ പാടത്തിലെ എല്ലാ വിളവുകളും നശിപ്പിക്കപ്പെട്ടു. ഡെസ്ട്രോയിഡ്. ആൻഡ് ഹി ബിക്കെയിം സാഡ്. അതിനുശേഷം അവൻ എന്തായി തീർന്നു? സങ്കടത്തിലായി തീർന്നു എന്നതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻ വിച്ച് ടെൽ യു ദാറ്റ് ലെൻജോ വാസ് സാഡ്. ലെൻജോ സങ്കടത്തിലാണ് എന്ന് കാണിക്കുന്നുള്ള ഒരു എക്സ്പ്രഷൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും എടുത്തെഴുതാൻ വേണ്ടിയിട്ടാണ് ആറാമത്തെ ചോദ്യം പറഞ്ഞിട്ടുള്ളത്. നമുക്കതിൻ്റെ ഉത്തരം പരിശോധിക്കാം. ലെൻജോസ് സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നെസ്. ലെൻജോയുടെ ആത്മാവ് അല്ലെങ്കിൽ മനസ്സ് സങ്കടം കൊണ്ട് നിറഞ്ഞു.
ദാറ്റ് നൈറ്റ് വാസ് എ സോറോഫുൾ വൺ. ആ രാത്രി വളരെ സങ്കടകരമായ ഒന്നായിരുന്നു. ഇതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. വാട്ട് ചേഞ്ചസ് ഡിഡ് ദ ഹെയിൽ സ്റ്റോം ബ്രിങ് ടു ദ വാലി? എന്തൊക്കെ മാറ്റങ്ങളാണ് ആ ആലിപ്പഴം ആ താഴ്വരയിൽ വരുത്തിയത്? അതായത് ആലിപ്പഴം വീണ് കഴിഞ്ഞപ്പോൾ ആ താഴ്വരയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നാണ് ഏഴാമത്തെ ചോദ്യമുള്ളത്. ഓക്കെ, നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. ദ ഫീൽഡ് വാസ് വൈറ്റ് ആസ് ഇഫ് കവേർഡ് വിത്ത് സാൾട്ട്. ആ പാടം മൊത്തം എന്തായി മാറി? വെള്ള നിറത്തിലായി മാറി. എങ്ങനെ? കവേർഡ് വിത്ത് സാൾട്ട്, ഉപ്പ് നിറഞ്ഞതുപോലെ. നോട്ട് എ ലീഫ് റിമൈൻഡ് ഓൺ ദ ട്രീസ്. മരത്തിലൊന്നും ഒരു ഇല പോലും അവശേഷിച്ചില്ല. ദ കോൺ വാസ് ടോട്ടലി ഡെസ്ട്രോയിഡ്. ആ ചോളപ്പാടം മൊത്തത്തിൽ നശിപ്പിക്കപ്പെട്ടു. ദ ഫ്ലവേഴ്സ് ഹാഡ് ഡിസപ്പിയർഡ് ഫ്രം ദ പ്ലാന്റ്സ്. ആ ചെടികളിൽ നിന്നെല്ലാം എല്ലാ പൂക്കളും അപ്രത്യക്ഷമായി. ഇത്രയും മാറ്റങ്ങളാണ് ആലിപ്പഴം വീണതിന് ശേഷം ആ വാലിയിൽ അല്ലെങ്കിൽ ആ താഴ്വരയിൽ സംഭവിച്ചിട്ടുള്ളത്. എട്ടാമത്തെ ചോദ്യം എന്താ? ഹൗ ഡസ് ദ ഓതർ ഡിസ്ക്രൈബ് ലെഞ്ചോ? എങ്ങനെയാണ് എഴുത്തുകാരൻ ലെഞ്ചോയെക്കുറിച്ച് വിവരിക്കുന്നത് എന്നതാണ് ചോദ്യം. ലെഞ്ചോ വാസ് വെരി ഹാർഡ് വർക്കിംഗ്. ലെഞ്ചോ എങ്ങനത്തെ ആളായിരുന്നു? വളരെയധികം കഠിനാധ്വാനിയായിരുന്നു. ഹി വർക്ക്ഡ് ലൈക്ക് ആൻ ആനിമൽ ഇൻ ദ ഫീൽഡ്സ്. പാടത്ത് ഒരു മൃഗത്തിനെ പോലെ അയാൾ പണിയെടുത്തു അല്ലെങ്കിൽ ജോലി ചെയ്തു. സ്റ്റിൽ ഹി ന്യൂ ഹൗ ടു റൈറ്റ്. എന്നിരുന്നാലും അദ്ദേഹത്തിന് എഴുതാനെല്ലാം അറിയുമായിരുന്നു. ഒമ്പതാമത്തെ ചോദ്യം നോക്കാം. വിച്ച് എക്സ്പ്രഷൻ ഇൻ ദ പാസേജ് ടെൽസ് യു ദാറ്റ് ലെഞ്ചോ റോട്ട് ദ ലെറ്റർ ഏർലി ഇൻ ദ മോർണിംഗ്? ഈ പാസേജിലെ ഏതു ഭാഗത്താണ് ലെഞ്ചോ രാവിലെ തന്നെയാണ് കത്തെഴുതാൻ പോകുന്നത് എന്ന് കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും എടുത്ത് എഴുതണം. നോക്കാം നമുക്ക് അതിൻ്റെ ഉത്തരം. അറ്റ് ഡേ ബ്രേക്ക് ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ. ഡേ ബ്രേക്കിൽ, അതായത് രാവിലെ, അവൻ കത്തെഴുതാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തർത്ഥമാക്കുന്നത്? രാവിലെ തന്നെയാണ് ലെഞ്ചോ കത്തെഴുതിയത് എന്ന് കാണിക്കുന്ന വരി. വൈ ഡിഡ് ലെഞ്ചോ റൈറ്റ് ദ ലെറ്റർ ടു നൺ അതർ ദാൻ ഗോഡ്? എന്തുകൊണ്ടാണ് ലെഞ്ചോ മറ്റാർക്കും കത്തെഴുതാതെ ദൈവത്തിന് തന്നെ എഴുതിയത്? എന്തായിരിക്കും അതിനുള്ള കാരണം? ഓക്കെ, ലെഞ്ചോ ഹാഡ് ഫേം ഫെയ്ത്ത് ഇൻ ഗോഡ്. ലെഞ്ചോയ്ക്ക് ദൈവത്തിൽ അതിയായ അല്ലെങ്കിൽ വളരെ ശക്തിയായ വിശ്വാസമുണ്ടായിരുന്നു. ഹി എക്സ്പെക്റ്റഡ് ഗോഡ് വുഡ് ഹെൽപ്പ് ഹിം. അയാൾ പ്രതീക്ഷിച്ചു ദൈവം അയാളെ സഹായിക്കുമെന്ന്. സോ ഹി റോട്ട് എ ലെറ്റർ ടു ഗോഡ്. അതുകൊണ്ട് അയാൾ ദൈവത്തിനൊരു കത്തെഴുതി. ഡിമാൻഡിങ് ഹിം 100 pesos ടു സോ ഹിസ് ഫീൽഡ് അഗെയിൻ. എന്താവശ്യപ്പെട്ടുകൊണ്ടാണ്? 100 pesos ആവശ്യപ്പെട്ടുകൊണ്ട് ദൈവത്തിന് കത്തെഴുതി. ടു സോ ഹിസ് ഫീൽഡ് അഗെയിൻ, അവൻ്റെ പാടം വീണ്ടും ഉഴുതുമറിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. 11ാമത്തെ ചോദ്യം നോക്കുക. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റീഡിങ് ദ ലെറ്റർ ദ പോസ്റ്റ് മാസ്റ്റർ ടേൺഡ് സീരിയസ്. ആ കത്ത് വായിച്ച ഉടനെ തന്നെ പോസ്റ്റ് മാസ്റ്റർ എന്തായി മാറി? സീരിയസ് ആയി മാറി, ഗൗരവക്കാരനായി മാറി. എന്തുകൊണ്ട്? ഓക്കെ, അതിൻ്റെ ഉത്തരം നോക്കാം. ദ പോസ്റ്റ് മാസ്റ്റർ അണ്ടർസ്റ്റുഡ് ദ മാൻസ് ഫെയ്ത്ത് ഇൻ ഗോഡ്. പോസ്റ്റ് മാസ്റ്റർ മനസ്സിലായി എന്ത്? ദ മാൻസ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ആ മനുഷ്യന് ദൈവത്തിലുള്ള വിശ്വാസം. അപ്പോൾ ലെഞ്ചോ ദൈവത്തിൽ വളരെയധികം വിശ്വസിക്കുന്നു എന്ന് പോസ്റ്റ് മാസ്റ്റർക്ക് മനസ്സിലായപ്പോൾ മുതലാണ് അദ്ദേഹം ഗൗരവക്കാരനായി മാറിയത്. വൈ ഡിഡ് ദ പോസ്റ്റ് മാസ്റ്റർ ടേക്ക് എഫേർട്ട് ടു കളക്ട് മണി ഫോർ ലെഞ്ചോ? എന്തുകൊണ്ടാണ് പോസ്റ്റ് മാസ്റ്റർ ലെഞ്ചോയ്ക്ക് വേണ്ടി പണം കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ശേഖരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്? ബിക്കോസ് ദ പോസ്റ്റ് മാസ്റ്റർ ന്യൂ ലെഞ്ചോ വുഡ് ഷുവർലി എക്സ്പെക്റ്റ് ഗോഡ്സ് റിപ്ലൈ ആൻഡ് ദ മണി. കാരണം പോസ്റ്റ് മാസ്റ്റർക്ക് അറിയുമായിരുന്നു ലെഞ്ചോ ദൈവത്തിൽ നിന്നുള്ള മറുപടിയും പണവും പ്രതീക്ഷിച്ച് ഇരിക്കുകയാണെന്ന്. അതുകൊണ്ടാണ് പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്തത്? എല്ലാവരുടെ കയ്യിൽ നിന്നും പൈസ കളക്ട് ചെയ്തത്. വൈ വാസ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദ പോസ്റ്റ് മാസ്റ്റർ ടു കളക്ട് 100 pesos? എന്തുകൊണ്ടാണ് പോസ്റ്റ് മാസ്റ്റർക്ക് 100 pesos കളക്ട് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായി തീർന്നത്? എന്തുകൊണ്ടാണ്? അതിനുത്തരം നമുക്ക് നോക്കാം. ദ എംപ്ലോയീസ് ഇൻ ദ പോസ്റ്റ് ഓഫീസ് കുഡ് ഡൊണേറ്റ് സ്മോൾ എമൗണ്ട്സ്. ആ പോസ്റ്റ് ഓഫീസിലെ ജോലിക്കാർക്ക് വളരെ തുച്ഛമായ എമൗണ്ട് അല്ലെങ്കിൽ പണം മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. സോ ദ പോസ്റ്റ് മാസ്റ്റർ കളക്റ്റഡ് ഓൺലി 70 pesos. അതുകൊണ്ട് തന്നെ പോസ്റ്റ് മാസ്റ്റർക്ക് 70 pesos മാത്രമേ കളക്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. നമ്മുടെ ലെഞ്ചോ എത്ര പെസോസാണ് ചോദിച്ചത്? 100 pesos ആണ്. പക്ഷേ പോസ്റ്റ് മാസ്റ്റർക്ക് തൻ്റെ എംപ്ലോയീസിൻ്റെ അടുത്ത് നിന്ന് വളരെ തുച്ഛമായ എമൗണ്ട് മാത്രമേ കളക്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ.
വാട്ട് വുഡ് യു ഡു ഇഫ് യു വേർ ദ പോസ്റ്റ് മാസ്റ്റർ? നിങ്ങളാണ് പോസ്റ്റ് മാസ്റ്റർ എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നതാണ് 14ാമത്തെ ചോദ്യം. നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. ഇഫ് ഐ വേർ ദ പോസ്റ്റ് മാസ്റ്റർ, ഞാൻ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നെങ്കിൽ, ഐ വുഡ് കളക്ട് മണി ഫ്രം എംപ്ലോയീസ്, ഞാൻ ജോലിക്കാരുടെ അടുത്തു നിന്നും പൈസ കളക്ട് ചെയ്യും. ആൻഡ് അതർ പീപ്പിൾ ടു, മറ്റുള്ള ജനങ്ങളിൽ നിന്നും പൈസ ഞാൻ കളക്ട് ചെയ്യും. അപ്പോൾ ജോലിക്കാരുടെ അടുത്ത് നിന്നും പൈസ വാങ്ങും, മറ്റുള്ള ജനങ്ങളിൽ നിന്നും പൈസ വാങ്ങിയിട്ട് നമ്മുടെ ലഞ്ച് ചോദിച്ച 100 പെസോസ് തികച്ച് കൊടുക്കും എന്നതാണ് അതിൻ്റെ ഉത്തരമായിട്ട് എഴുതിയിട്ടുള്ളത്. വൈ ഡിഡിൻറ്റ് ലെഞ്ചോ ഷോ എനി സർപ്രൈസ് വെൻ ഹി ഗോട്ട് ദ മണി? എന്തുകൊണ്ടാണ് ലെഞ്ചോ പൈസ കിട്ടിയപ്പോൾ ഒരു തരത്തിലുമുള്ള ആശ്ചര്യം അല്ലെങ്കിൽ അത്ഭുതം കാണിക്കാതിരുന്നത് എന്നതാണ് 15ാമത്തെ ചോദ്യം. നോക്കൂ അതിൻ്റെ ഉത്തരം. ബിക്കോസ് ലെഞ്ചോ വാസ് ഷുവർ ദാറ്റ് ഗോഡ് വുഡ് സെൻഡ് ഹിം വാട്ട് ഹി ആസ്ക്ഡ്. അതാണ് എൻ്റെ ഉത്തരം. എന്താണ്? കാരണം ലെഞ്ചോന് ഉറപ്പായിരുന്നു താൻ ദൈവത്തോട് ചോദിച്ച കാര്യം എന്താണോ അത് ദൈവം തനിക്ക് ഉറപ്പായിട്ടും തരും എന്ന് ലെഞ്ചോയ്ക്ക് തീർച്ചയായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും തരുന്നൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ വലിയ ആശ്ചര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അതാണ് ലെഞ്ചോൻ്റെ മുഖത്ത് ആശ്ചര്യമൊന്നും ഉണ്ടാവാതിരുന്നത്. വാട്ട് വാസ് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ദ പോസ്റ്റ് മാസ്റ്റർ? പോസ്റ്റ് മാസ്റ്ററുടെ പ്രതീക്ഷ എന്തായിരുന്നു? ഡിഡ് ഇറ്റ് കം ട്രൂ? അത് ശരിയായി വന്നിട്ടുണ്ടോ? ഓക്കെ, ഇതാണ് 16ാമത്തെ ചോദ്യം. അതിൻ്റെ ആൻസർ നമുക്ക് ചെക്ക് ചെയ്യാം. ദ പോസ്റ്റ് മാസ്റ്റർ എക്സ്പെക്റ്റഡ് ദാറ്റ് ലെഞ്ചോ വുഡ് ഗെറ്റ് സർപ്രൈസ്ഡ്. പോസ്റ്റ് മാസ്റ്റർ പ്രതീക്ഷിച്ചത് എന്തായിരുന്നു? ലെഞ്ചോ ഈ പണമടങ്ങിയ എൻവലപ്പ് അല്ലെങ്കിൽ ആ കത്ത് കിട്ടുമ്പോൾ സർപ്രൈസ് ആകുമെന്നായിരുന്നു, അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുമെന്നായിരുന്നു. ബട്ട് ലെഞ്ചോ ഷോഡ് നോട്ട് ദ സ്ലൈറ്റസ്റ്റ് സർപ്രൈസ് ഓൺ സീയിങ് ദ മണി. പക്ഷേ ആ പൈസ കണ്ടപ്പോൾ അല്ലെങ്കിൽ ആ പണം കണ്ടപ്പോൾ ലെഞ്ചോ ചെറുതായിട്ട് പോലും ആശ്ചര്യപ്പെട്ടില്ല എന്നതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. വൈ വാസ് ലെഞ്ചോ ആംഗ്രി? എന്തിനായിരുന്നു ലെഞ്ചോ ദേഷ്യത്തിലായി തീർന്നത്? അപ്പോൾ ലെഞ്ചോയ്ക്ക് ദേഷ്യം വരാൻ കാരണം എന്തായിരുന്നു എന്നതാണ് 17ാമത്തെ ചോദ്യം. ദർ വേർ ഓൺലി 70 പെസോസ് ഇൻ ദ എൻവലപ്പ്. കാരണം ആ എൻവലപ്പിൽ അല്ലെങ്കിൽ ആ കത്തിൽ 70 പെസോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹി തോട്ട് ദാറ്റ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ടുക്ക് 30 പെസോസ് ഫ്രം ദ മണി. അവൻ ചിന്തിച്ചത്, അല്ലെങ്കിൽ ലെഞ്ചോ ചിന്തിച്ചത്, ആ പൈസയിൽ നിന്നും ദൈവം അയച്ചു തന്ന പൈസയിൽ നിന്നും 70 പെസോസ് ഈ പോസ്റ്റ് ഓഫീസിലുള്ള ജീവനക്കാർ എടുത്തു എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. ഇതുകൊണ്ടാണ് നമ്മുടെ ലെഞ്ചോ ദേഷ്യത്തിലായി തീർന്നത്. 18ാമത്തെ ചോദ്യം നോക്കൂ. ദ ആക്ഷൻസ് ഓഫ് ലെഞ്ചോ ആഫ്റ്റർ കൗണ്ടിങ് ദ മണി ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ഡീറ്റെയിൽ. ലെഞ്ചോ പണം എണ്ണുന്നത് വരെയുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ കൊടുത്തിട്ടുണ്ട്. നെറേറ്റ് വാട്ട് ഹി ഡിഡ് ഇൻ കറക്റ്റ് ഓർഡർ. അവൻ ചെയ്ത കാര്യങ്ങൾ, ലെഞ്ചോ ചെയ്ത കാര്യങ്ങൾ കറക്റ്റ് ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. യു മേ ബിഗിൻ ലൈക്ക്. നിങ്ങൾക്കിങ്ങനെ തുടങ്ങാം. തുടക്കം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹി വെൻറ്റ് ടു ദ വിൻഡോ ടു ആസ്ക് ഫോർ പേപ്പർ ആൻഡ് ഇങ്ക്. ആദ്യം അയാൾ അല്ലെങ്കിൽ ലെഞ്ചോ ജനവാതിലിൻ്റെ അടുത്തേക്ക് പോയി. എന്തിനു വേണ്ടിയിട്ടാണ്? പേപ്പറും മഷിയും ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്താ അടുത്തത് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കൂ. ആ ടെക്സ്റ്റ് ബുക്ക് തന്ന സെൻറ്റൻസ് ഞാനിവിടെ ആദ്യം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹി വെൻറ്റ് ടു ദ വിൻഡോ ടു ആസ്ക് ഫോർ പേപ്പർ ആൻഡ് ഇങ്ക്. മഷിയും പേപ്പറും ചോദിക്കാൻ വേണ്ടി അവൻ ജനവാതിലിൻ്റെ അടുത്തേക്ക് പോയി. ദെൻ ഹി ബിഗാൻ ടു റൈറ്റ് ദ ലെറ്റർ. അതിനുശേഷം അവൻ കത്തെഴുതാൻ തുടങ്ങി. ആഫ്റ്റർ ഫിനിഷിങ് ഇറ്റ്, കത്തെഴുതി കഴിഞ്ഞതിന് ശേഷം ഹി ബോട്ട് എ സ്റ്റാമ്പ്, ഒരു സ്റ്റാമ്പ് വാങ്ങി. ആൻഡ് ഫിക്സഡ് ഇറ്റ് ഓൺ ദ എൻവലപ്പ്. എന്നിട്ട് എന്ത് ചെയ്തു? ആ കത്തിൻ്റെ എൻവലപ്പിൽ അത് ഒട്ടിച്ചു വെച്ചു. ദെൻ ഹി പുട്ട് ദ ലെറ്റർ ഇൻ ടു ദ മെയിൽ ബോക്സ്. പിന്നീട് അവൻ ആ കത്ത് ആ മെയിൽ ബോക്സിനുള്ളിലേക്ക് ഇട്ടു. ഇത്രയുമാണ് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത്. വാസ് ലെഞ്ചോ ഗ്രീഡി? ലെഞ്ചോ ഒരു അത്യാഗ്രഹിയായിരുന്നോ? ഗ്രീഡി എന്നാൽ അത്യാഗ്രഹി. ഹൗ ഡു യു ഡിസ്ക്രൈബ് ഹിം? എങ്ങനെയാണ് നിങ്ങൾ ലെഞ്ചോനെ വിവരിക്കുക? ലെഞ്ചോ ഒരു അത്യാഗ്രഹി ആയിരുന്നോ അല്ലയോ എന്നതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് 19ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. നോ, ഹി വാസ് നോട്ട് ഗ്രീഡി. അല്ല, അവൻ ഒരു അത്യാഗ്രഹി അല്ല. ഹി ഹാഡ് ഫേം ഫെയ്ത്ത് ഇൻ ഗോഡ്. അവന് ദൈവത്തിൽ അതിയായ അല്ലെങ്കിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. സോ ഹി ബിലീവ്ഡ് ദാറ്റ് ഗോഡ് വുഡ് ഹെൽപ്പ് ഹിം. അതുകൊണ്ട് അവൻ വിശ്വസിച്ചിരുന്നു ദൈവം അവനെ സഹായിക്കുമെന്ന്. ഓക്കെ, ഇത്രയുമാണ് ഈ ലെറ്റർ ടു ഗോഡ് എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.